ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സീ ഫുഡ് പ്ലാറ്ററാണ് ഗൈസ്. അപ്പം അതിന് വലിയ തരത്തിലുള്ള സീ ഫുഡൊന്നും നമ്മുടെ അടുത്തില്ല. എന്നാലും ചെമ്മീനുണ്ട്, ഞണ്ടുണ്ട്, പിന്നെ ഒന്നുമില്ലല്ലോ. പിന്നെ ഉള്ളി അരിഞ്ഞ് വെച്ചിക്കണ്, കരിവേപ്പിലയുണ്ട്, മുളക് പൊടി മുളകും പിന്നെന്താ മുളകും മുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്താണ്. പിന്നെ ഇത് തേങ്ങാപ്പാലും അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് അതിൽ പെരിഞ്ചീരകം ഇട്ടതാണ്. ഇത് പിന്നെ സീ ഫുഡ് നമ്മൾ വേവിച്ചതിൻ്റെ വെള്ളമാണ്. പിന്നെ തക്കാളിയാണ്. പിന്നെ നമ്മുടെ മീൻ ചോളാണ് കേട്ടോ ഗൈസ്. അപ്പം നമ്മളിന്ന് ഈ പരിപാടിയിലേക്ക് കിടക്കാൻ പോണ്. അപ്പം നമുക്ക് വീഡിയോ ആയിട്ട് വരാം. അപ്പം ഇതിൻ്റെ പേര് ചോളമല്ല കോണാണെന്ന് പറയാൻ പറഞ്ഞിരിക്കണ്. അപ്പോൾ ഇതാണ് കോൺ. അപ്പം ഇതാണ് നമ്മളെ പുതിയ ചട്ടി, നല്ല ഐശ്വര്യമുള്ള ചട്ടിയാണ്. കത്തി ഗൈസ്. അപ്പം ഞാൻ എന്താ ലോങ് വീഡിയോ ഇടാത്തത് നിങ്ങൾ ചിന്തിക്കണം. പക്ഷെ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഒച്ചവിളില്ലാത്തൊരു ദിവസം എനിക്ക് കിട്ടലേ ഇല്ല. അപ്പം ഇതന്നെ ഇപ്പോൾ വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അത് മനസ്സിലാക്കണം എൻ്റെ ബുദ്ധിമുട്ട്. ഇനി നമുക്ക് ഐശ്വര്യമായിട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിക്കട്ടെ ഗൈസ്. വെളിച്ചെണ്ണയൊക്കെ നല്ല വിലയാണ്, കുറച്ച് ഒഴിച്ചാൽ മതി. ഈ പാത്രം ഇങ്ങനെ പൊട്ടും ചിലപ്പോൾ വേണമെങ്കിൽ. നമ്മൾ സവാള നല്ല കിരികിരിന്ന് അരിഞ്ഞ സവാള ഉണ്ട്. സവാള ഇടുമ്പോൾ ഇട്ടുകൂടി സ്ലോ മോഷൻ ഇടുന്നത് പറയാം. അപ്പം നമ്മളെ ഷെഫ് വന്നിട്ട് നമ്മളെ സിസ്റ്ററാണ് കേട്ടോ. ഫർസാന എന്നാണ് പേര്, പൂവി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വീണ്ടും നമ്മൾ കുക്കിംഗ് വീഡിയോ തന്നെയാണ് ചെയ്യണത്, കാരണം വേറെ ഒന്നും ചെയ്യാനുള്ള കണ്ടന്റ് നമ്മുടെ അടുത്തില്ല ഗൈസ്, അതുകൊണ്ടാണ്. അപ്പം നമ്മളിങ്ങനെ വെറും വീഡിയോ എടുത്ത് കൊടുക്കാൻ വിചാരിക്കരുത്. കണ്ടോ, നമ്മളിങ്ങനെ ഇളക്കി സഹായിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇളക്കാം. ഇതൊന്ന് വഴണ്ടി വരട്ടെ. അപ്പം പെട്ടെന്ന് വഴണ്ടി വരാൻ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പണ്ട് മുതലേ പാരമ്പര്യമായി നമുക്ക് കൈമാറിയൊരു എന്താണ് പറയുക ഒരിതാണത്. അപ്പം അത് അങ്ങനെ വിശ്വസിച്ച് പോരുന്നു. സത്യാവസ്ഥ എന്താ നമുക്കറിയില്ല. ഇത് കുറച്ചു നേരം മൂടി വെച്ചാൽ പെട്ടെന്നാവും എന്നാണ് പറയുന്നത്. നമുക്ക് കുറച്ച് നേരം മൂടി വെക്കാം ഗൈസ്. ആക്ച്വലി എനിക്ക് മീൻ ഐറ്റംസിനോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ കഴിക്കാൻ ഇതിന് മുന്നേ വളരെ ഒരു ഫിഷ് നിർവ്വാണം ഉണ്ടാക്കി 5 പൈസയൊക്കെ ഇല്ല. അതുകൊണ്ട് ഇതിലെനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല ഗൈസ്. ആകെ ഇത്ര ഐറ്റംസ് നമ്മളെടുത്തുള്ളൂ. ഓരോരുത്തർ ഉണ്ടാക്കുന്ന എത്രയോ കിലോ കണക്കിന് സാധനങ്ങൾ വെച്ചിട്ടാണ്. പിന്നെ എല്ലാം വെച്ച് ഉണ്ടാക്കി വെക്കാം. ഇല്ലെങ്കിലോ ചോള ആകത്തുള്ളൂ. ആക്ച്വലി കടുക്ക, എരുന്ത്, കൂന്തൽ അങ്ങനത്തെ സീ ഫുഡ് ഐറ്റംസ് ഒക്കെ വേണം. പക്ഷെ ഇല്ലാത്തവർ നമ്മളെ പോലെ ഉള്ളത് വെച്ചുണ്ടാക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്. അതിട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി നമ്മൾ മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. ക്രഷല്ല, ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്. ചട്ടിക്കൊണ്ടൊരു കറുപ്പ് കളറില് പുതിയ ചട്ടി. ഇതിൻ്റെ പച്ചമണം മാറിയാൽ തക്കാളി ഇട്ട് കൊടുക്കാം. അങ്ങനെയുണ്ട് അടുത്ത സ്റ്റെപ്പ് വരുന്നത്. നിങ്ങൾക്ക് എൻ്റെ വോയിസ് എത്രത്തോളം ക്ലിയർ ആവുമെന്നൊന്നും എനിക്കറിയില്ല, കാരണം നമ്മുടെ അടുത്ത് മൈക്കും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ യൂട്യൂബിൽ പിച്ച വെച്ച് തുടങ്ങുന്ന യൂട്യൂബേഴ്സാണ് ഗൈസ്. സപ്പോർട്ട് ചെയ്യാം. അതെ അടുത്തതായിട്ട് ഗൈസ് നമുക്ക് ടൊമാറ്റോ ഒന്ന് ഇതിലേക്ക് ഇടാം. ചെറിയ ചെറിയ പീസുകളായിട്ട് വേണം നമ്മളിതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്താ, കാരണമൊന്നുമില്ല, അതാണ് ഇതിൻ്റെ ഇത്. ഇതിൽ മസാലപ്പൊടി ഒന്നും ഇടൂല. ആക്ച്വലി നമുക്ക് ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ എന്താണ് ബെസ്റ്റ്? റൈസ്, പൊറോട്ട. നമുക്കിവിടെ കഴിക്കാൻ എന്താണ്? നമുക്കിന്ന് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. ഉച്ചക്കത്തെ കുറച്ചൊരു ഗീ റൈസ് ബാക്കിയുണ്ട്. പിന്നെ ഇത് അച്ചക്ക് കഴിക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് കുറച്ച് കുമ്പനടിക്കാം.
അത് ലാസ്റ്റ് ക്രെഡിറ്റ് മീ നമുക്ക് എടുക്കാം. ഓഹ് അപ്പം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അടച്ചു വെച്ചോണ്ടോന്നോ. ഇനി എന്താ ഇതൊക്കെ നമുക്കെന്നെ അറിയില്ലേ. ഈ പൊടികളാണ് ഗൈസ് ആഡ് ചെയ്യാനുള്ളത്. എന്തൊക്കെ പൊടികളാണ്? 2 ടീസ്പൂൺ മുളക് പൊടി. ടീസ്പൂൺ ആണോ ടേബിൾ സ്പൂൺ ആണോ? അങ്ങനെ ചോദിക്കരുത്, ഇങ്ങനത്തെ സ്പൂൺ. അത്ര നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യുക. പിന്നെ മഞ്ഞൾപ്പൊടി അല്ലേ? അല്ല, ഇത് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നില്ല, അതാണ്. ആ ഗൈസ്, ഈ സീ ഫുഡിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി ഒരു ടീസ്പൂണോളം മതി കേട്ടോ. കുറച്ച് സാധാരണ നമ്മൾ മല്ലിപ്പൊടി തോന്നിടൂലേ. ഇത് നന്നായിട്ട് വൈൻഡ്. ഇതിൽ ഉപ്പിട്ടോ? ഇടും. ഇനി നമുക്ക് ഉപ്പിട്ട തിളപ്പിച്ച വെള്ളമൊക്കെ ഒഴിക്കാം. എന്താ ജീവില്ലാത്ത വെറും മുളക് പൊടിയും മല്ലിപ്പൊടി മാത്രം. നമ്മൾ ഈ ഫിഷിൻ്റെ അതിൻ്റെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോകാൻ കൂടുതൽ മസാല നമ്മൾ ആഡ് ചെയ്യരുത്. ഒരു 5 മിനിറ്റ് വരും കൂടുമ്പോഴും എടുക്ക് വരിക. നമ്മൾ അടുത്ത് വയ്ക്കാൻ വന്നറിയാം. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഈ മീനൊക്കെ നമ്മൾ വേവിച്ച വാട്ടറാണ് കേട്ടോ. നല്ല കളറുണ്ട് കാണാൻ. അപ്പം അതിൻ്റെ ഒരു സൗണ്ടൊക്കെ നിന്ന് എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം ആ ഇതിൻ്റെ ഫ്ലേവർ ഇട്ടാനാവൂലേ. ഇത് തിളയ്ക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അടച്ചു വെച്ചിട്ട് തിളയ്ക്കണം. ഉപ്പുണ്ടോയെന്നൊക്കെ ജസ്റ്റ് നോക്കുക, എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് ഇടാം. ഇത് ഓൾമോസ്റ്റ് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് തുറന്നിട്ട് ഇതിൻ്റെ ലുക്ക് എങ്ങനെ നോക്കാം. തുറന്നു പുക അടിച്ചിട്ടൊക്കെയാണ്. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാൻ മതി. ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ചൊരു ഉപ്പ് കുറവുണ്ട്. ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. ഇനി നമ്മളിതിലേക്ക് മീൻ ഘടകമായിട്ടുള്ള സീ ഫുഡ് ആഡ് ചെയ്യാം. എന്ത് ചെമ്മീൻ തന്നെ ഉള്ളു, വേറെ ഒന്നുമില്ല. ഇത് വേവിച്ചതായതുകൊണ്ട് ഇനി അധികം വെക്കണ്ടല്ലോ. 15 മിനിറ്റ് നമ്മൾ ഇതാക്കാം, നല്ല ഇതൊക്കെ പിടിക്കുള്ളൂ. ഇപ്പം നല്ല വെളുത്ത ഞണ്ടുകളാണ്. കുറച്ച് കഴിയുമ്പോൾ കളർ മാറും. ചിലപ്പോൾ ഇങ്ങനെ വെളുത്തിട്ട് തന്നെ കിടക്കും ചെയ്യും. അത് വേറെ കാര്യം. ഇതിൽ വേറെ അപ്പം ഒന്നും ആഡ് ചെയ്തില്ലേ ജി? പൊടിച്ചെമ്മീൻ വേറെ ഇതൊന്നുമില്ല. കുറച്ച് നേരം ഇതൊന്ന് അടിച്ചു വെച്ചിട്ട് വേവിക്കല്ലേ. ഇതിൽ മല്ലിച്ചപ്പ് കരിവേപ്പില ഒന്നുണ്ടോ? ഓ സീൻ ഗൈസ്, നല്ല ലുക്കുണ്ട്. ഇനി നമ്മൾ മെയിൻ സാധനം ഇടാണ്ട് ചോളം. അത് ഇതിലിടണതിനോടൊക്കെ ഒരു താല്പര്യമില്ല. കാരണം ഒക്കെ അത് കഴിക്കാൻ തന്നാൽ മതി. ഇതിലിടണം തന്നെ നിർബന്ധം. ചോളം മീനിലേക്ക് വരുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് തന്നെ നോക്കണം. കാരണം എനിക്കൊരു താല്പര്യമില്ല. നല്ല മണൊക്കെ ഉണ്ട് കേട്ടോ. കോണുണ്ടായാൽ മതി. ഇതിന് മുങ്ങാനുള്ള കായതില്ല. ഞാൻ ലാസ്റ്റുള്ള ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്താൽ കഴിഞ്ഞ്. അപ്പോൾ സിമ്പിളാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാം. അടിച്ച് വെച്ചിട്ടൊരു 15 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. എന്നാലേ മൊത്തത്തിലൊന്ന് സെറ്റായിട്ട് ഇങ്ങോട്ട് വരുള്ളൂ. മതി, അടിച്ചോ. നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ. ഇതാണ് അപ്പം
നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള മെയിൻ സാധനം അണ്ടിപ്പരിപ്പും തേങ്ങാപ്പാലും. നല്ലൊരു തിക്ക് അത്ര തിക്കല്ല, കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിലാട്ടോ. അങ്ങനെ ആഫ്റ്റർ 15 മിനിറ്റിന് ശേഷം നമ്മൾ ഡിഷ് എന്തായിരുന്നു തുറന്ന് നോക്കാം. അപ്പോൾ ഈ പരുവത്തിലാണ് ഗൈസ് ഇപ്പം ഫുഡ് ആയത്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാലും അണ്ടിപ്പരിപ്പും പാടി മിക്സിയിലിട്ട് അരച്ചത് ചേർത്തെടുക്കാം. വലിയ ജീരകം. അപ്പോൾ അതിൻ്റെ ലുക്ക് വേണം, ഏറ്റവും വലിയ രസമാണ്. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ തേങ്ങാപ്പാൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ജസ്റ്റ് ഒന്ന് തളിച്ചാൽ ഓഫാക്കാം, അങ്ങനല്ലേ? ഇപ്പം ഏകദേശമൊക്കെ നായി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യണം. ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് മിക്സ് ചെയ്ത് വെക്കാം. മിക്സ് ചെയ്യും. നോട്ടിഫിക്കേഷൻ ആക്ച്വലി ഇതിന് നല്ല മുളകിൻ്റെ കളർ ഉണ്ടാവണം. പക്ഷെ നമ്മളെ തേങ്ങാപ്പാലിൻ്റെ മിക്സ് കുറച്ചൊന്ന് കൂടിപ്പോയിന്, അതുകൊണ്ടാണ്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അതൊക്കെ. ഇനി നമുക്കിതിലേക്ക് കരിവേപ്പില, നല്ല ഫ്രഷ് കരിവേപ്പില ആഡ് ചെയ്യാം. അതോടെ ആക്കിയാൽ ഏകദേശം കംപ്ലീറ്റ് ആയി എന്ന് തന്നെ പറയാം. കരിവേപ്പില ആഡ് ചെയ്തെടുക്കാം. കഴിഞ്ഞപ്പോൾ ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. പിന്നെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കണം. എൻ്റെ ചോളത്തിൻ്റെ അവസ്ഥ കാണുമ്പോൾ സങ്കടമുണ്ട്. രസം ഉണ്ടായാൽ മതി. അങ്ങനെ ഏകദേശം നമ്മളെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പണികൾ. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തോ, നമുക്ക് സെർവ് ചെയ്തിട്ട് കാണാം കേട്ടോ. 5 മിനിറ്റ് മൂടി വെക്കാം. 5 മിനിറ്റ് മൂടി വായൻ്റെ വെട്ടി നമ്മൾ അതിലാണ് സെറ്റ് ചെയ്യണം. ഈ രാത്രി നമുക്ക് വായൻ്റെ വെട്ടുകയെന്ന് പറഞ്ഞാൽ ടാസ്ക്കാണ്. നോക്കാം. താമസികമായി നമ്മൾ വായൻ്റെലൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫൈനലി നമ്മൾ പൊറാട്ട കൊണ്ടുവന്നു. കാരണം ഇതിലേക്കൊന്നുമില്ല. ഇനി പൊറാട്ട കൊണ്ടുവന്നു. ഓഫ്, നല്ല സീം പൊറാട്ട കേട്ടോ. ഓ സൂപ്പർ പൊറാട്ട. ഇനി നമ്മൾ പൊറാട്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ മെയിൻ സാധനം ഒഴിച്ചുകൊണ്ട് കൊടുക്കാം. ഓ സീൻ ഗൈസ്, കാണാൻ ലുക്ക് ഉണ്ട്. ചോളൊക്കെ ഇങ്ങോട്ട് പോകുന്നു. ഞങ്ങളിത് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ നിങ്ങൾ അറിയിക്കട്ടോ. പിന്നെ ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാം ഗൈസ്. ഇതെന്താ അവസ്ഥ നോക്കട്ടെ. സംഭവം അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ. ഫൈനലി സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്.